Hi all, welcome back. Online trending ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഡ്രൈഡ് ആയിട്ടുള്ള പാം ലീവ്സ്. അപ്പോൾ ഡ്രൈഡ് ലീവ്സ് പൊതുവേ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ പാമ്പസ് ഗ്രാസ് ഒക്കെ നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. പിൻട്രസ്റ്റിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടു. പക്ഷെ ഓൺലൈനിൽ നോക്കുമ്പോഴൊക്കെ ഭയങ്കര വിലയാണ്. ഒറ്റ ലീഫിനൊക്കെ തന്നെ ഒരു 30-40 ദിർഹംസ് ഒക്കെയാണ് ഇവിടുത്തെ വില. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ DIY ചെയ്യാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമ്മൾ ബുക്കൊക്കെ റാപ്പ് ചെയ്യുന്ന പേപ്പർ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് ഈ ഗ്ലോസി ടൈപ്പ് ബ്രൗൺ കളർ. അതിലപ്പം പല കളർ കിട്ടും, ഒരു ഓറഞ്ച് കളറൊക്കെ കിട്ടും. അപ്പം ഞാൻ ഈ ബ്രൗൺ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തുള്ള സ്റ്റേഷനറി കടയിൽ ബ്രൗൺ കളർ ക്രാഫ്റ്റ് പേപ്പർ ഉണ്ടെങ്കിൽ അതാണേലും എടുത്താൽ മതിയാവും. ഇവിടെ ഞാൻ അത് തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല, അതാണ് ഞാൻ ഈ റാപ്പിംഗ് പേപ്പർ എടുത്തത്. പിന്നെ ടേപ്പ് വേണം, ബാംബൂ സ്ക്വയർസ് വേണം, പെൻ വേണം, സിസേഴ്സ് വേണം. ആദ്യം തന്നെ നിങ്ങൾക്ക് ലീഫ് എത്ര വലുപ്പത്തിൽ വേണോ അത്രയും വലുപ്പത്തിലുള്ള ഒരു പീസ് ഈ ഒരു റോളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നിങ്ങളുടെ ലീഫിൻ്റെ സൈസിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു വലിയ സൈസിലാണ് കട്ട് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് ലീഫിൻ്റെ പാറ്റേൺ വരയ്ക്കാം. അപ്പം ഈ ഒരു പാം ലീഫിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആലിലയില്ലേ അതുപോലെ ഇരിക്കും. കറക്റ്റ് ലീഫ് അല്ല, നടുക്കായിട്ട് വീതി കൂടി വന്നിട്ട് താഴെ മേളിലും കുറച്ച് വീതി കുറയും. അങ്ങനെ ഒരു ആലിലയുടെ ഷേപ്പിലാണ്. അതിപ്പോൾ ഞാൻ ഒരു സൈഡാണ് ആദ്യം വരയ്ക്കുന്നത്. അതിനുശേഷം ആ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് ആ സൈഡ് ഫോൾഡ് ചെയ്തിട്ടാണ് ഞാൻ മറ്റേ സൈഡ് കട്ട് ചെയ്തെടുക്കുന്നത്. ആ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡും ഒരുപോലെ കിട്ടും. നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, നന്നായിട്ട് വരയ്ക്കുന്ന ഒരാളല്ലെങ്കിൽ ചിലപ്പം രണ്ട് സൈഡിലും ഡിഫറൻസ് വരും. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അതുപോലെ ചെയ്യാം. ഫുള്ള് ഇല വരച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒരു സൈഡ് ആദ്യം വരച്ചിട്ട് കട്ട് ചെയ്തിട്ട് അത് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനത് ഫോൾഡ് ചെയ്ത് ആ ഒരു ഷേപ്പ് ട്രേസ് ചെയ്തിട്ട് ഞാൻ മറ്റേ സൈഡ് കട്ട് ചെയ്തെടുക്കുവാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അപ്പം നമുക്ക് രണ്ട് സൈഡും ഈക്വലായിട്ട് ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ചെറിയൊരു രീതിയിൽ ആലിലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര പെർഫെക്ഷനോടൊന്നും ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇത് അവസാനം ചെയ്തു വരുമ്പോൾ കുറച്ച് ഷേപ്പ് വ്യത്യാസമായാലൊന്നും അത് പ്രശ്നമില്ല കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നടുക്ക് ഓൾറെഡി ഫോൾഡ് ചെയ്താണല്ലോ മറ്റേ സൈഡ് കട്ട് ചെയ്തത്. അപ്പം അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ആ നടുക്കൂന്ന് എന്താ പറയുക, നമ്മൾ പ്ലീറ്റൊക്കെ എടുക്കത്തില്ലേ അതുപോലെ നമ്മൾ ഈ സൈഡിലോട്ടും ആ സൈഡിലോട്ടും ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പം അതുപോലെ രണ്ട് സൈഡും ഇതുപോലെ ടോട്ടൽ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് മെയിനായിട്ട് ഈ ഒരു DIYയിലുള്ളത്. ഇത് രണ്ടും ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വന്നപ്പോഴാണ് ഒരു കാര്യം തോന്നിയത്, ഈ ഒരു ഗ്ലേസിങ് ഉണ്ടല്ലോ, എനിക്ക് ആ ഒരു മാറ്റ് ലുക്കാണ്, അകത്തെ ആ ഒരു മാറ്റ് ലുക്കാണ് എനിക്കിഷ്ടം. ഞാൻ പുറത്തെ ആ ഒരു ഗ്ലേസിങ് ഞാനൊന്ന് ഇളക്കാൻ നോക്കുവാണ്, ഇളകുമോ ഇല്ലയോ നോക്കുവാണ്. പക്ഷേ ഇളകി വന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആ ഗ്ലേസിങ് ഫുള്ള്, ആ ഒരു ഗ്ലേസിങ് ആയിട്ടുള്ള പേപ്പർ ഞാനങ്ങ് കീറിക്കളഞ്ഞു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആ ഗ്ലേസിങ് ലുക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ബാക്കി പഴയ പോലെ ആദ്യം ചെയ്ത പോലെ തന്നെ എല്ലാം ഫോൾഡ് ചെയ്തെടുക്കുവാണ്. ഒരു സൈഡ് ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇപ്പം തന്നെ ഒരു പാം ലീഫിൻ്റെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്നത് പോലെ എവിടെയാണോ എത്ര നിങ്ങൾക്ക് ഹൈറ്റ് വേണോ അതിനനുസരിച്ച് നമുക്ക് താഴെ ഇതുപോലെ ഒന്ന് പിടിച്ചേച്ച് അവിടെ നമുക്ക് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം കുറച്ചുകൂടെ മുകളിലോട്ട് പിടിക്കണമെങ്കിൽ ഇതുപോലെ പിടിക്കുമ്പോൾ നമുക്ക് വേറൊരു ഷേപ്പ്, കുറച്ചുകൂടെ ഒരു ചെറിയ ഷേപ്പ്, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഷേപ്പ് വെച്ചിട്ട് നമുക്ക് എൻഡ് വെച്ചിട്ട് നമുക്ക് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു അളവിൽ ടേപ്പ് ഒട്ടിക്കുകയാണ്. അപ്പം ടേപ്പ് ഒട്ടിക്കുമ്പം നിങ്ങൾക്ക് ഇതുപോലെ ബ്രൗൺ ടേപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഇനി അഥവാ ബ്രൗൺ ടേപ്പ് ഇല്ല എങ്കിൽ നിങ്ങൾ സാധാ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് ഇതിൻ്റെ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിലൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഞാൻ ഇതുപോലെ 3-4 എണ്ണം കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വട്ടം ഉണ്ടാക്കുമ്പോഴും ഓരോരോ ഡിഫറെൻറ്റ് ഷേപ്പായിട്ട് നമുക്ക് തോന്നും. അതാണ് ഈ ഒരു DIYയുടെ ഒരു ഗുണം. നമ്മൾ വരയ്ക്കുന്നത് പോലെയും കട്ട് ചെയ്യുന്നത് പോലെയൊക്കെ ഇരിക്കും. പിന്നെ ഈ ഒരു ജഗ്ഗിലാണ് ഞാൻ ഈ ലീഫ് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ജഗ് ചുമ്മാ വീട്ടിലിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പണ്ടൊരു DIY വീഡിയോ ഇട്ടിട്ടുണ്ട്, ബേക്കിംഗ് സോഡ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് ഒരു സെറാമിക് ലുക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ DIY കാണാത്തൊരു കാണുക. അപ്പോൾ അതുപോലെ DIY ചെയ്ത് ഈ ജഗ്ഗിലാണ് ഞാൻ ഈ ലീവ്സ് സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടിട്ട് വരാം.
എല്ലാവർക്കും ഇന്നത്തെ DIY ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഡ്രൈഡ് ലീവ്സ് ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇപ്പം പാമ്പസ് ഗ്രാസ് എന്നൊക്കെ പറയുന്നത് ഇപ്പം നല്ല ട്രെൻഡാണ്. പക്ഷെ ഓൺലൈനിലൊക്കെ നല്ല റേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഡ്രൈഡ് ലീവ്സിന്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് DIY ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു ഗ്ലാസ് ജാറിൻ്റെ ലുക്കേ മാറിപ്പോയി നമ്മുടെ ബേക്കിംഗ് സോഡ പെയിൻറ്റിങ് മെത്തേഡ് ചെയ്തപ്പോൾ. അപ്പം നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ. ബൈ.